ഹായ്, നമുക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കി നോക്കാം. നല്ല ഫില്ലിങ്ങോട് കൂടിയ അത്യാവശ്യം ലെയറുള്ള ഒരു ചട്ടിപ്പത്തിരി ഉണ്ടാക്കി നോക്കണം. എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം കേട്ടോ. അതിന് വേണ്ടി പാൻ വെക്കുക, 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കാൻ. ചൂടായി വരുമ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കാൻ. നമ്മുടെ 3 ഉള്ളിയാണ് എടുത്തേക്കണത്. വലിയ ഉള്ളിയായ കാരണം 3 എടുത്തേക്കണ്. നിങ്ങൾ എത്രയാണോ ഫില്ലിങ്ങിന് ആവശ്യം വരുന്നത് അതിനനുസരിച്ച് ഉള്ളി എടുക്കാം. എന്നിട്ട് ചെറുതാക്കി എരിഞ്ഞിട്ടെടുത്തേക്കാണ്. നല്ലോണം മിക്സ് ചെയ്ത് ഉള്ളി പെട്ടെന്ന് വഴണ്ടി വരാൻ വേണ്ടി 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഇവിടെ 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്തിരിക്കുകയാണ്. 2 കറിവേപ്പില ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. ഉള്ളി സോഫ്റ്റ് ആവും വരേക്കും നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഉള്ളിയെല്ലാം സോഫ്റ്റായി വരുന്ന പരുവം വരേക്കും നമുക്ക് ഉള്ളി വഴണ്ടെടുക്കണം കേട്ടോ. പിന്നെ മിക്സ് ചെയ്ത് കൊടുത്ത് ഉള്ളി സോഫ്റ്റായി വരാറായിട്ടുണ്ട്. ഉള്ളി സോഫ്റ്റായി വരുന്നവരേക്കും നമുക്ക് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഉള്ളി സോഫ്റ്റായി വന്ന് നമുക്ക് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്ത് സ്പൈസസ് ചേർത്ത് കൊടുക്കാം. ഇവിടെ മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, ചിക്കൻ മസാല 1 ടീസ്പൂൺ, പെപ്പർ 1 ടീസ്പൂൺ, പെപ്പർ പൗഡർ കുരുമുളക് പൊടി 1 ടീസ്പൂൺ ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ലോണം മിക്സാക്കി മസാല എല്ലാ ഭാഗത്തേക്കും എത്തുന്നവരേക്കും മിക്സാക്കി കൊടുക്കുക. 1 കപ്പ് ചിക്കനാണ് ഇട്ടിരിക്കുന്നത്. ചിക്കൻ എല്ലില്ലാത്ത ചിക്കനാണ്. മഞ്ഞൾപ്പൊടിയോ ഉപ്പോട്ട് പൊരിച്ചെടുത്തേക്കാണ് കേട്ടോ. ഒന്ന് കൈ കൊണ്ടൊന്ന് പിച്ചെടുക്കുക, അല്ലെങ്കിൽ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി. ഒരു പിടി മല്ലിയില ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് മസാല എല്ലായിടത്തേക്കും എത്തിയെന്ന് നമുക്ക് തോന്നുമല്ലോ, അതുവരെയൊക്കെ നമ്മൾ മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ മസാല റെഡിയാക്കി എടുക്കുക. അതിന് വേണ്ടി 2 മുട്ട, കുറച്ച് പാലുപ്പും ചേർത്ത് മിക്സ് ചെയ്ത് വെക്കാൻ. അവിടെ ബേസാക്കി എടുത്തേക്കുന്നത് നമ്മൾ റോൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഷീറ്റ് ഉണ്ടല്ലോ, അതാണ് ബേസാക്കിയിട്ട് 2 എണ്ണം അടിയിൽ വെച്ച് കൊടുക്കുക. നിങ്ങൾക്കൊന്ന് വെച്ചെടുത്താലും മതി. ഒരു കട്ടിക്ക് വേണ്ടിയിട്ട് 2 എണ്ണം വെച്ച് കൊടുക്കണം. അങ്ങനെ വെച്ചെടുത്ത് നമ്മൾ ഫില്ലിങ് നേരത്തെ ഉണ്ടാക്കി വെച്ച ഉള്ളി മസാല ഉണ്ടല്ലോ, ഉള്ളി ചിക്കനൊക്കെ അത് വെച്ചെടുക്കാം. നമുക്ക് എത്ര എണ്ണം വേണ്ടത് അതിനനുസരിച്ച് നമ്മൾ കുറച്ചും കൂട്ടിയും വെച്ചെടുക്കാം മസാല. ഞാൻ കുറച്ചൊക്കെ മസാല വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അങ്ങനെ ലെയറാക്കി എടുക്കാം. ലെയറാക്കി എടുത്ത് ഷീറ്റ് വെക്കാം. ഒന്ന് മുട്ടയിൽ നല്ല ഡിപ്പ് ചെയ്യണം കേട്ടോ. 2 ഭാഗവും നല്ലോണം ഡിപ്പ് ചെയ്ത് ഉറപ്പിച്ചതിന് ശേഷം മാത്രം നമ്മൾ വെച്ച് കൊടുക്കാം. ഷീറ്റ് ഒന്ന് സോഫ്റ്റ് ആവും വേണം കേട്ടോ. എല്ലാം മുക്കിയെടുക്കുമ്പോൾ ഒന്ന് സോഫ്റ്റ് ആവും, അത് നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ ചെയ്ത് ചെറിയ ഫ്ലെയിമിൽ ഒരു 20-25 മിനിറ്റിൻ്റെ ആ ഒരു വീഡിയോ മിസ്സായി പോയിക്കണം കേട്ടോ. അതാണ് കാണിക്കാൻ പറ്റാത്തത്. മേൽഭാഗം ഫ്രൈ ചെയ്യാൻ വേണ്ടി വേറൊരു പാനിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ 2 മിനിറ്റൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമ്മൾ ചട്ടിപ്പത്തിരി റെഡിയായി. നമ്മൾ സെർവ് ചെയ്യാൻ വേണ്ടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലുള്ള വീഡിയോ ഒക്കെ മിസ്സായിക്കണം കേട്ടോ. അങ്ങനെ ഇട്ടെടുത്തിട്ടുള്ള നമ്മൾ ചട്ടിപ്പത്തിരിയാണ് ഇരിക്കുന്നത്. നമ്മളിങ്ങനത്തെ കട്ട് ചെയ്ത് വെക്കാം. നമ്മൾ എത്ര ലെയറാണ് വെച്ച് അതിനനുസരിച്ചുള്ള ഉയരം ഉണ്ടാവും. നമ്മുടെ ഒരു മീഡിയം സൈസിലുള്ള ചട്ടിപ്പത്തിരിയാണല്ലോ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. നമ്മുടെ ക്രിസ്പി ആയൊരു ചട്ടിപ്പത്തിരിയാണ് കിട്ടിയിരിക്കുന്നത്. നല്ല ഫില്ലിങ്ങോട് കൂടിയിട്ടുള്ള ചട്ടിപ്പത്തിരിയാണ് കേട്ടോ. അപ്പം നമ്മൾ ഇങ്ങനെയുണ്ട് ചട്ടിപ്പത്തിരി എന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഫീഡ്ബാക്ക് അറിയിക്കാം. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഓക്കെ, ബൈ.